നഴ്സിംഗ് കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരുമിച്ച് ജർമ്മനി പോകണമെന്നുള്ളത്. അത് ഹയർ ആൻഡ് കെയർ ഏജൻസി വഴി നടന്നു. സോ ഒത്തിരി താങ്ക്ഫുൾ ആണ് ഹയർ ആൻഡ് കെയറിനോട്. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് മേരിയാൻ മെരിയ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് ജർമ്മനിലേക്ക് പോകണം എന്നൊരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. സോ ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെ ജർമ്മൻ പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ടൈമിലായിരുന്നു നമുക്ക് അടുത്തൊരു ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഏജൻസി കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ആ ടൈമിൽ നമുക്ക് ഒത്തിരി സ്കാം ഉണ്ടായിരുന്നു ജർമ്മനിയിലേക്കുള്ള പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളിലൊക്കെ. സോ ഒരു ബെസ്റ്റ് ഏജൻസി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുമായിരുന്നു ആ ടൈമിൽ. സോ എൻ്റെ ഒരു റിലേറ്റീവ് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ജർമ്മനിയിൽ. ആൻറ്റി വഴിയാണ് നമുക്ക് ഹയർ ആൻഡ് കെയർ ഒന്ന് കോൺടാക്ട് ചെയ്തത്. നമ്മൾ ഹയർ ആൻഡ് കെയർ ഏജൻസി കോൺടാക്ട് ചെയ്ത ടൈമിൽ തന്നെ നമുക്കൊരു വെബിനാർ ഉണ്ടായിരുന്നു. നമുക്ക് ആൻസി മാമും ബിജു സാറും ആയിരുന്നു വെബിനാർ കണ്ടക്ട് ചെയ്തിരുന്നത്. ആ ടൈമിൽ തന്നെ നമ്മുടെ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്ന ഡൗട്ട്സ് എല്ലാം അവർ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കായിരുന്നു നമുക്ക് ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്ത് തന്നിരുന്നത്. ആ 2 വീക്സിൽ തന്നെ നമുക്കൊരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സും ഉണ്ടായിരുന്നു. ആ ക്ലാസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു നമുക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്യാവശ്യം ഒരുപാട് നല്ല ക്ലാസ് ആയിരുന്നു. നമുക്കുണ്ടായിരുന്ന ഡൗട്ട്സ്, അതുപോലെ എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം, അങ്ങനെയെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് 2 വീക്സ് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ടൈമിൽ നമ്മൾ ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റി. ഹയർ ആൻഡ് കെയറിൻ്റെ മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഏജൻസീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു നമ്മൾ ജോയിൻ ചെയ്ത ടൈം. അതായത് ഇൻ്റർവ്യൂവിൻ്റെ ടൈം മുതൽ നമുക്ക് ഇതുവരെ ₹1 പോലും നമുക്ക് ചിലവ് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ കോസ്റ്റ് ഒന്നും നമുക്ക് വന്നിട്ടില്ലായിരുന്നു. മറ്റുള്ള ഏജൻസീസിനെ നമ്മൾ കോൺടാക്ട് ചെയ്ത ടൈമിലൊക്കെ അവരൊരു ഫീ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര ഫീ നമ്മൾ കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹയർ ആൻഡ് കെയറിൽ നമുക്കങ്ങനെ കോസ്റ്റ് ഫ്രീ ആയിരുന്നു നമുക്ക് വന്നത്. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു എല്ലാ പ്രോസസ്സിങ് സ്റ്റെപ്സും. പിന്നെ നമ്മൾ പ്രോസസ്സിങ്ങിനായിരുന്നു കൊടുത്തിരുന്നത്. ട്രാൻസ്ലേഷനും അറ്റസ്റ്റേഷനും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എത്ര ടൈം ലൈൻ എടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെയായിരുന്നു പോയിരുന്നത്. ട്രാൻസ്ലേഷൻ, അറ്റസ്റ്റേഷൻ, പിന്നെ ബെഷേഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അതുപോലെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ആൻസി മാമിനെ, ബിജു സാറിനെ നമുക്ക് കോൺടാക്ട് ചെയ്തിട്ടുള്ള ടൈമിൽ അവരത് വളരെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഏത് ടൈം ആണെങ്കിലും നമുക്കത് അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ആയിട്ട് നമുക്ക് സ്പോക്കൺ ജർമ്മൻ്റെ ക്ലാസ്സും ഉണ്ടായിരുന്നു. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലായിരുന്നു ക്ലാസ്സും. അത് നമുക്ക് ആൻസി മാം, ബിജു സാറുമാണ് അറേഞ്ച് ചെയ്ത് തന്നിരുന്നത്. ആ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അവിടുത്തെ ഒരു ജർമ്മൻ നേറ്റീവ് തന്നെയായിരുന്നു നമ്മുടെ ടീച്ചർ. മാം വളരെ നന്നായിട്ടായിരുന്നു ക്ലാസ്സൊക്കെ എടുത്തിരുന്നത്. നമുക്ക് എല്ലാ ഡൗട്ടും ഓരോ സിനറിയോസൊക്കെ തന്നിട്ട് നമുക്കതിൻ്റെ കോൺവെർസേഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീക്കിംഗ് കുറച്ചുകൂടെ എളുപ്പമുള്ളതാക്കി. ഇത്ര നാളത്തെ പ്രോസസ്സിങ് ചെയ്തു തന്നതിനും ഓരോ ഹെൽപ്പിനും ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ക്ലിയർ ചെയ്ത് തന്നതിനും ഈ ഒരു ഹെൽപ്പിനും സപ്പോർട്ടിനും അതുപോലെ കോപ്പറേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹയർ ആൻഡ് കെയറിനെ പറ്റി നമുക്ക് പറയാനായിട്ട്. സോ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ വിസ കിട്ടി അടുത്ത വീക്കിലേക്ക് നമ്മൾ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. സോ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഹയർ ആൻഡ് കെയർ ഏജൻസിക്കും അതുപോലെ തന്നെ ക്രൂ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൻസി മാമിനും ബിജു സാറിനും മറ്റെല്ലാ ക്രൂ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഞാനും എൻ്റെ ഫ്രണ്ടും ജർമ്മൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ടൈമിൽ തന്നെ നമ്മുടെ ജൂനിയേഴ്സും ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ജർമ്മൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ്ങിനെ പറ്റിയൊക്കെ നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ടൈമിൽ നമ്മളും ഹയർ ആൻഡ് കെയർ ഏജൻസിനെ പറ്റിയാണ് അവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തത്. കാരണം മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞ ടൈം ലൈനിൽ തന്നെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക, നമുക്ക് കറക്റ്റായിട്ടൊരു ക്ലാരിഫിക്കേഷൻ തരിക, ഓരോ പ്രോസസ്സിങ്ങും എങ്ങനെയാണ്, എത്ര ടൈം ലൈൻ എടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളും വളരെ റെസ്പോൺസിബിൾ ആയിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നിരുന്നത്. സോ 100% നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻസി എന്ന നിലയിലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഹയർ ആൻഡ് കെയർ തന്നെയായിരുന്നു. താങ്ക് യു ഹയർ ആൻഡ് കെയർ. എല്ലാവിധ സപ്പോർട്ടിനും ഞങ്ങളെ ഒരുമിച്ചാക്കിയതിന് ഭയങ്കര താങ്ക്സ്.